എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. 5th സെമസ്റ്റർ ബി ഫാമിലെ മെഡിസിനൽ കെമിസ്ട്രി 2 ലോക്കൽ അനസ്തെറ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു പോർഷനാണ് സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്. ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കിയായിരുന്നു, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. നെക്സ്റ്റ് പോർഷനാണ് SAR അല്ലെങ്കിൽ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്. ഇതൊരു യൂണിവേഴ്സിറ്റിക്ക് 10 മാർക്സിന് വരെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എന്ന് ബേസിക്കലി എന്ന് വെച്ചാൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ ഒരു ഡ്രഗിന് വരുത്തുമ്പോഴാണ് അതിൻ്റെ ആക്ടിവിറ്റി കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത്, ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് SAR എന്ന് പറയുന്നത്. ചില ഗ്രൂപ്പ്സ് നമ്മളവിടെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി കൂടും, ചില ഡ്രഗ്സ് നമ്മളവിടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ ആക്ടിവിറ്റി അവിടെ കുറയും. അപ്പോൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോഴാണ് ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി കൂടുന്നതും കുറയുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ജനറൽ സ്ട്രക്ചർ വേണം. അതാണ് ഫസ്റ്റ് ഇതിനകത്ത് പറയുന്നത്. SAR ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ദ ജനറൽ സ്ട്രക്ചർ. ഒരു ജനറൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ലോക്കൽ അനസ്തെറ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ലിപ്പോഫിലിക് സെൻറ്റർ ഉണ്ട്, മെയിൻലി 3 ആയിട്ടാണ് അപ്പോൾ ജനറൽ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലിപ്പോഫിലിക് സെൻറ്റർ ആൻഡ് ദ ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ ആൻഡ് ഹൈഡ്രോഫിലിക് സെൻറ്റർ, അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 1, 2 and 3. ഫസ്റ്റ് വൺ ഈസ് ലിപ്പോഫിലിക് സെൻറ്റർ. ലിപ്പോഫിലിക് എന്ന് വെച്ചാൽ ലിപ്പിഡ് ലവിങ് ക്യാരക്ടേഴ്സ്, അതായത് നമുക്ക് ചില ഡ്രഗ്സ് അതിന് നമ്മുടെ ബോഡിയിലോട്ട് പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ലിപ്പിഡ് മെംബ്രെയിൻ, ലിപ്പിഡ് ബൈലെയർ കടന്ന് അകത്തോട്ടേക്ക് ചെന്നാൽ മാത്രമേ ഒരു ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ലിപ്പോഫിലിക് സെൻറ്റർ എന്ന് പറയുന്നത് ലിപ്പിഡ് ലവിങ് ഡ്രഗ്സ് നമ്മൾ അതിനകത്തോട്ടേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആക്ടിവിറ്റി, ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ. ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ എന്ന് വെച്ചാൽ ലിപ്പോഫിലിക് സെൻറ്ററിനെയും ഹൈഡ്രോഫിലിക് സെൻറ്ററിനെയും കൂടെ കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ് ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ലിപ്പോഫിലിക് സെൻറ്ററിനെ കുറിച്ച് നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ, ദെൻ ഹൈഡ്രോഫിലിക് സെൻറ്റർ. ഇതിനകത്ത് ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ എപ്പോഴും എസ്റ്റർ ഓർ അമൈഡ് ആയിരിക്കുമ്പോഴായിരിക്കും ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നത്, മാക്സിമം അല്ലെങ്കിൽ എസെൻഷ്യൽ ആക്ടിവിറ്റി കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്ന് വെച്ചാൽ ഹൈഡ്രോ മീൻസ് വാട്ടർ, അപ്പോൾ വാട്ടർ ലവിങ് ക്യാരക്ടേഴ്സ് ഉള്ളതിനാണ് ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ ലിപ്പോഫിലിക് സെൻറ്റർ വേണം, ഒരു ഹൈഡ്രോഫിലിക് സെൻറ്റർ വേണം, ഒരു ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ വേണം. ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്തായിരിക്കണം, എപ്പോഴും ഒരു ടെർഷറി അമീൻ ആയിരിക്കണം. ടെർഷറി അമീൻ എന്ന് പറയുന്നത് എന്തുവാണ്, NH ആയിരിക്കണം. അതായത് NH2 NH വരുമ്പോൾ NH ആണ് ടെർഷറി അമീൻസ് അല്ലെന്ന് പറയുന്നത്. ടെർഷറി അമീൻസ് അല്ലെങ്കിൽ പ്രോട്ടോൺ അക്സെപ്റ്റർ ആയിരിക്കണം ഹൈഡ്രോഫിലിക് സെൻറ്റർ. അങ്ങനെയുള്ള കണ്ടീഷനിലായിരിക്കും എന്തെന്നത്, ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി കൂടുന്നത്. അപ്പം ഓരോ പൊസിഷനിൽ അല്ലെങ്കിൽ ഓരോ സെൻറ്ററിൽ, ലിപ്പോഫിലിക് സെൻറ്റർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് സെൻറ്ററിൽ എന്തെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോഴാണ് ആക്ടിവിറ്റി കൂടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലിപ്പോഫിലിക് സെൻറ്റർ. ലിപ്പോഫിലിക് സെൻറ്റർ എന്ന് വെച്ചാൽ ലിപ്പിഡ് സോലിബിലിറ്റി അല്ലെങ്കിൽ ലിപ്പിഡ് ലവിങ് ക്യാരക്ടേഴ്സ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ നമുക്കറിയാം എന്താണ് ലോക്കൽ അനസ്തെറ്റിക്സ്. നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്, അതിനെ പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടി, പേഷ്യൻ്റെ കോൺഷ്യസ്നെസ് പോവാതെ പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോർട്ട് ഡ്യൂറേഷനിൽ കൊടുക്കുന്ന ഒരു ഡ്രഗിനാണ് ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ലിപ്പോഫിലിക് സെൻറ്ററാണ് ഫസ്റ്റ് പോർഷൻ. ലിപ്പോഫിലിക് സെൻറ്റർ എന്ന് വെച്ചാൽ ലിപ്പിഡ് സോലിബിലിറ്റി ഉണ്ടെങ്കിൽ, ഒരു ഡ്രഗിന് ലിപ്പിഡ് സോലിബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, എസെൻഷ്യൽ ഫോർ ദ ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി. അതുപോലെ തന്നെ ആ ലിപ്പിഡ് സോലിബിലിറ്റി ആക്ഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ദ ആക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ടു പെനട്രേറ്റ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ആക്സോൺ. ഞാൻ പറഞ്ഞു ലിപ്പിഡ് ബൈലിയർ കടന്നാലായിരിക്കും സം ഡ്രഗ്സ് എന്ത് ചെയ്യുന്ന ബോഡിയിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ലിപ്പിഡ് ബൈലിയർ കടന്നാൽ മാത്രമേ ആക്ഷൻ, ചില ഡ്രഗ്സ് ആണെങ്കിൽ ലിപ്പിഡ് സോലിബിൾ ആയിരിക്കത്തില്ല, ലിപ്പിഡ് ഹെയ്റ്റിംഗ് ഡ്രഗ്സ് ആയിരിക്കും. അപ്പോൾ അതെന്താ, മെംബ്രെയിൻ കടന്നകത്തോട്ട് പോകത്തില്ല, ഫാർമക്കോളജിക്കൽ ആക്ഷൻ കാണിക്കത്തില്ല. അപ്പോൾ ലിപ്പിഡ് സെൻറ്ററിൽ, അതായത് ലിപ്പിഡ് സോലിബിൾ ഡ്രഗ്സ് നമുക്ക് പെനട്രേറ്റ് ചെയ്യാനാണത്, പെനട്രേറ്റ് ഇൻ ടു ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ആക്സോൺ. ആക്സോൺ അറിയാം, നമ്മുടെ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ് ആക്സോൺ എന്നൊരു പാർട്ട്. അപ്പം നമ്മുടെ ഈ ലിപ്പിഡ് സോലിബിലിറ്റി ഉള്ള ക്യാരക്ടറുള്ള ഒരു ഗ്രൂപ്പ്സ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ എന്താണ്, ഡ്രഗ്സ് എന്ത് ചെയ്യാൻ പെനട്രേറ്റ് ചെയ്ത് സെൽ മെംബ്രെയിനകത്തോട്ടേ പോകത്തുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിപ്പോഫിലിക് സെൻറ്റർ മേ ബി കാർബോക്സിലിക് റിംഗ് ഓർ ഹെട്രോസൈക്ലിക് റിംഗ് ആയിരിക്കണം. അതായത് ലിപ്പോഫിലിക്, നമ്മൾ മേളിൽ പറഞ്ഞ സ്ട്രക്ചറിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ലിപ്പോഫിലിക് സെൻറ്റർ കണ്ടോ, അവിടെ നമ്മൾ ഒന്നിയിൽ കാർബോക്സിലിക്
റിങ്, കാർബോക്സിലിക് എന്ന് പറയുമ്പോഴത്തേനും കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ COOH ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആ ഒരു COOH ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മളൊരു റിങ്ങിൽ, ഒരു ബെൻസിൻ റിങ്ങോ ഏതെങ്കിലും ഒരു റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് കാർബോക്സിലിക് റിങ്. ഒരു കാർബോക്സിലിക് റിങ്ങോ അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക് റിങ്ങോ നമ്മളവിടെ ലിപ്പോഫിലിക് സെൻറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി അവിടെ എൻഹാൻസ് ചെയ്യും. ഇതാണ് ലിപ്പോഫിലിക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷൻ. അപ്പം തന്നെ ലിപ്പോഫിലിക് സെൻറ്റർ ആകുമ്പം ലിപ്പിഡ് സോലിബിലിറ്റി അവിടെ എൻഹാൻസ് ചെയ്യും. ലിപ്പിഡ് സോലിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നത് എന്തിനാണ്? പെനട്രേറ്റ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ആക്സോണിൽ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഒരു പെനട്രേറ്റ് ചെയ്തിട്ട് പർട്ടിക്കുലർ ഫാർമക്കോളജിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ലിപ്പോഫിലിക് സെൻറ്ററിനകത്ത് നമ്മൾ ഒരു കാർബോക്സിലിക് റിങ് അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക് റിംഗ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻക്രീസസ് ദ ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി. സെക്കൻഡ് വൺ ആണ് നമ്മൾ പറയുന്നത് ഹൈഡ്രോഫിലിക് സെൻറ്റർ. ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്ന് പറയുന്നത് ഇത് ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്ന് വെച്ചാൽ വാട്ടർ റിലേറ്റഡ് ആണ്, ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഇതിൻ്റെ ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ലിപ്പോഫിലിക് സെൻറ്ററിനകത്ത് എന്താ, പെനട്രേറ്റ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ആക്സോൺ ആണ്. പക്ഷേ ഹൈഡ്രോഫിലിക് സെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനു സഹായിക്കും? ട്രാൻസ്പോർട്ടിങ് ദ ഡ്രഗ് ഇൻ ടു ദ മെംബ്രെയിൻ ടു ദ സെൽ ആൻഡ് ടു ദ റിസപ്റ്റർ. അത് പെനട്രേറ്റ് ചെയ്യാനും ഈ ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്തിനു സഹായിക്കുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഡ്രഗ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് മെംബ്രെയിനിൽ നിന്ന് സെല്ലിലോട്ടും സെല്ലിൽ നിന്ന് റിസപ്റ്ററിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോഫിലിക് സെൻറ്റർ സഹായിക്കുന്നത്. അതുപോലെ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്തായിരിക്കണം? ടെർഷറി അല്ലെങ്കിൽ സെക്കൻഡറി അമീൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതായത് NH അല്ലെങ്കിൽ NH2, അതാണ് നമ്മൾ സെക്കൻഡറിയും ടെർഷറിയുടെ കഥ പറയുന്നത്. അപ്പം ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി അമീൻസ് ആയിരിക്കണം. അതിൽ നമ്മൾ ടെർഷറി അമീൻസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ലെസ് ഇറിറ്റൻ്റ് ആയിരിക്കും. ബട്ട് സെക്കൻഡറി അമീൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇറിറ്റൻ്റ് ആക്ഷൻസ്, നമ്മൾ ചിലപ്പോൾ അലർജിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ടെർഷറി അമീൻസ് നമ്മൾ അവിടെ ഹൈഡ്രോഫിലിക് സെൻറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ലെസ് ഇറിറ്റൻ്റ് ആക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡറിയും ടെർഷറിയും നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി എന്തായിരിക്കും, ടെർഷറി അമീൻസ് ആയിരിക്കും നമ്മൾ മോസ്റ്റ്ലി എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് ഹൈഡ്രോഫിലിക് സെൻറ്ററിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഹൈഡ്രോഫിലിക്കിനകത്ത് പറഞ്ഞാൽ? എസെൻഷ്യൽ പാർട്ടാണ്. ഇൻ ദ കേസ് ഓഫ് ലിപ്പിഡ് സെൻറ്ററിലാണെങ്കിൽ നമ്മൾ മെംബ്രെയിൻ പെനട്രേറ്റ് ചെയ്യാൻ, ഇവിടെ സെൽ മെംബ്രെയിനിൽ ടു ദ ആക്സോണിലോട്ട് പെനട്രേറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ഹൈഡ്രോഫിലിക് സെൻറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിങ് ടു ദ ഡ്രഗ് ഇൻ ടു ദ മെംബ്രെയിൻ ടു ദ സെൽ ആൻഡ് ടു ദ റിസപ്റ്റർ. അതുപോലെ തന്നെ ഹൈഡ്രോഫിലിക് സെൻറ്റർ എപ്പോഴും സെക്കൻഡറി അല്ലെങ്കിൽ നമ്മൾ ടെർഷറി അമീൻസ് ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോൺ അക്സെപ്റ്റർ കൊടുക്കാറുണ്ട്. അപ്പോൾ സെക്കൻഡറി അമീൻസും ടെർഷറി അമീൻസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ ടെർഷറി അമീൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഹാവിങ് എ ലെസ് ഇറിറ്റൻറ്റ് ടു ദ ടിഷ്യൂസിന് എന്തായിരിക്കും, ലെസ് ഇറിറ്റൻ്റ് ആയിരിക്കും കാണിക്കുന്നത്. സോ നമ്മൾ ടെർഷറി ആയിരിക്കും മോസ്റ്റ്ലി യൂസ്ഫുൾ ആകുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ടെർഷറി ആൽക്കൈൽ അമീൻസ്. നമ്മൾ ഈ ഒരു ബേസിക് സ്ട്രക്ചറിനകത്ത് ടെർഷറി ആൽക്കൈൽ അമീൻസ് ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മോർ ആക്ഷൻസ്, മോർ ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ കാണിക്കുന്നു. അപ്പോൾ ടെർഷറി ആൽക്കൈൽ അമീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡ്രഗ് എന്തായിരിക്കും, വാട്ടർ സോലുബിൾ സോൾട്ട് അല്ലെങ്കിൽ വാട്ടർ സോലുബിൾ ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റാണ്, ടെർഷറി ആൽക്കൈൽ അമീൻസ് ആണ് നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ വാട്ടർ സോലുബിൾ സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതെന്തിന് സഹായിക്കുന്നുണ്ട്? ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിപ്പിരിഡിനോ അല്ലെങ്കിൽ പൈറോളിഡിനോ ഗ്രൂപ്പ്സ് നമ്മൾ ഹൈഡ്രോഫിലിക് സെൻറ്ററിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഓൾമോസ്റ്റ് ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി ഗുഡ് ആയിരിക്കും. പിപ്പിരിഡിനോ എന്ന് പറയുന്ന ഒരു റിംഗ് സ്ട്രക്ചറും പൈറോളിഡിനോ എന്ന് പറഞ്ഞാൽ അനദർ ഗ്രൂപ്പുമാണ്. ഇപ്പം പിപ്പിരിഡിനോ നമ്മൾ ഹൈഡ്രോഫിലിക് സെൻറ്ററിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും പൈറോളിഡിനോ ഗ്രൂപ്പ്സ് നമ്മൾ ഹൈഡ്രോഫിലിക് സെൻറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും രണ്ടും സെയിം ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പം ഒരു മോഡിഫിക്കേഷൻ നമ്മൾ ഓർത്ത് വെക്കുക, പിപ്പിരിഡിനോ അല്ലെങ്കിൽ പൈറോഡിനോ ഗ്രൂപ്പ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി കൊടുക്കുന്നു. അപ്പം SAR ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അതായത് കുറച്ചുകൂടെ അഡീഷണൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പിപ്പിരിഡിനോ അല്ലെങ്കിൽ പൈറോളിഡിനോ ഗ്രൂപ്പ്സ് നമ്മൾ ആഡ് ചെയ്ത് ഹൈഡ്രോഫിലിക് സെൻറ്ററിൽ ആഡ് ചെയ്തിട്ട് ഒരു മെഡിസിനൽ കെമിസ്ട്രിയുടെ സ്ട്രക്ചർ വരച്ചാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് മോസ്റ്റ്ലി ലോക്കൽ അനസ്തെറ്റിക്സ് ആർ അവൈലബിൾ ഇൻ സോൾട്ട് ഫോമിൽ. അതായത് സം ഓഫ് ദ ലോക്കൽ അനസ്തെറ്റിക്സ് എന്തായിരിക്കും, സോൾട്ട് ഫോമിലാണ് അവൈലബിൾ ആവുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ടെർഷറി ആൽക്കൈൽ അമീൻസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ടർ സോലുബിൾ സോൾട്ട് ഫോം ചെയ്യും. എന്തിനു സഹായിക്കും? അത് സം ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് മോസ്റ്റ്ലി ലോക്കൽ അനസ്തെറ്റിക്സ് എന്തായിരിക്കും, സോൾട്ട് ഫോമിലായിരിക്കും അവൈലബിൾ ആവുന്നത്. അങ്ങനെ അവൈലബിൾ ആകുമ്പോൾ എന്തായിരുന്നു, സ്റ്റെബിലിറ്റി ആൻഡ് സോലുബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ നമ്മൾ പറഞ്ഞ് നെക്സ്റ്റ് പാർട്ടാണ് ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ എന്ന് പറഞ്ഞു. അതിനകത്ത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിനിൽ നമുക്ക് എസ്റ്റർ അല്ലെങ്കിൽ അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു.
ആദ്യം നമ്മൾ ജനറൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ. അതിനകത്ത് നമ്മൾ എസ്റ്റർ ടൈപ്പ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈസിലി മെറ്റബോളൈസ് ചെയ്യുന്ന ഒരു ഫാർമക്കോകൈനറ്റിക് ആക്ഷനാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പം എസ്റ്റർ ടൈപ്പ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈസിലി അത് മെറ്റബോളൈസ് ചെയ്യും ആൻഡ് ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. നമ്മൾ മെറ്റബോളിസം ഈസി ആവും, ബട്ട് ഷോർട്ടർ ഡ്യൂറേഷൻ ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിനിൽ നമ്മൾ അമൈഡ് ടൈപ്പ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ് ആണെങ്കിൽ അവിടെ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആയിരിക്കും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ബെസ്റ്റ് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ മേ പ്രൊഡ്യൂസ്ഡ് വെൻ ദ ലിപ്പോഫിലിക് ആൻഡ് ഹൈഡ്രോഫിലിക് സെൻറ്റർ ആർ ബാലൻസ്. ആ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പോഫിലിക് സെൻറ്റർ ഉണ്ട്, ഹൈഡ്രോഫിലിക് സെൻറ്റർ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിന് 3 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളതുപോലെ നമ്മൾ ലിപ്പോഫിലിക് സെൻറ്റർ ആൻഡ് ഹൈഡ്രോഫിലിക് സെൻറ്ററിൽ നമ്മൾ ഓരോ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ ലിപ്പോഫിലിക് സെൻറ്ററും ഹൈഡ്രോഫിലിക് സെൻറ്ററും ബാലൻസ് ആവുന്ന കണ്ടീഷനിലാണ് ബെസ്റ്റ് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻസ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് PK വാല്യൂ. PK വാല്യൂ എന്ന് വെച്ചാൽ അസോസിയേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് PK വാല്യൂ. ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻസ് PK വാല്യൂ ബേസ്ഡ് ഓൺ ദ ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ എന്ന് വെച്ചാൽ നോർമൽ PK വാല്യൂ എന്ന് പറയുന്നത് 7.5 to 9.5 ആണ് PK വാല്യൂ ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ കേസിൽ നോർമൽ കണ്ടീഷൻസിൽ. പക്ഷേ ഇൻ ബിലോ 7.5 ആണെങ്കിൽ അത് നോട്ട് സഫീഷ്യൻ്റ്ലി അയോണൈസ്. നോട്ട് സഫീഷ്യൻ്റ്ലി എന്താണ് അയോണൈസ്, അത് സഫീഷ്യൻ്റ്ലി അയോണൈസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ എബോവ് 9.5 ആണെങ്കിൽ അത് ഫുള്ളി അയോണൈസ് ചെയ്യും. പക്ഷേ കനോട്ട് ബി പെനട്രേറ്റ് ഇൻ ദ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈനിലോട്ട് എന്ത് ചെയ്യാൻ, പെനട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം PK വാല്യൂ നോർമൽ എന്ന് പറയുന്നത് 7.5 to 9.5 ആണ്. അതിൽ എബോവ് 7.5 ആണെങ്കിൽ നോട്ട് സഫീഷ്യൻ്റ്ലി അയോണൈസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ എബോവ് 9.5 ആണെങ്കിൽ ഫുള്ളി അയോണൈസ് ചെയ്യും, പക്ഷേ സെൽ മെമ്പറിലോട്ട് പെനട്രേറ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ലോക്കൽ അനസ്തെറ്റിക്സ് ഡ്രഗ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബൈൻഡ് വിത്ത് പ്ലാസ്മ ആൻഡ് ടിഷ്യൂ പ്രോട്ടീൻ. ത്രീ ഫോഴ്സസ് ആണ് മെയിൻലി ഉള്ളത്. വാണ്ടർവാൾ ഫോഴ്സസ് ഉണ്ട്, ഡൈപോൾ ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഉണ്ട്. അപ്പം 3 ഫോഴ്സസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പ്ലാസ്മ പ്രോട്ടീൻ പ്ലാസ്മ ടിഷ്യൂ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സസ് ആവശ്യമാണ്. ആ ഫോഴ്സാണ് 3 ഫോഴ്സ് ഉണ്ട്, വാണ്ടർവാൾ ഫോഴ്സസ്, ഡൈപോൾ അട്രാക്ഷൻ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് സെൻറ്ററിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി എന്തായിരുന്നു, എൻഹാൻസ് ചെയ്യുന്നു. അതുപോലെ നമ്മളൊരു പോയിന്റ് മിസ് ചെയ്ത പോയിന്റാണ് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിനകത്ത് നമ്മൾ പറഞ്ഞു എസ്റ്റർ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അമൈഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഇൻ ദിസ് കേസ് എസ്റ്റർ ടൈപ്പാണ് നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ കോസസ് സം അലർജി കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ മെറ്റബോളിസം നടക്കുന്നത് എങ്ങനെയാണ്, സ്യൂഡോ കോളിനെസ്റ്ററൈസ് വഴിയാണ് നമുക്കവിടെ മെറ്റബോളിസം നടക്കുന്നത്. സൊല്യൂഷൻ അൺസ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അമൈഡ് ടൈപ്പാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേബിൾ ഇൻ സൊല്യൂഷനിലായിരിക്കും, ബട്ട് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആയിരിക്കും. ഈ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ് ഈ 2 പോയിൻറ്റും കൂടെ ആഡ് ചെയ്ത് SAR കംപ്ലീറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ അഡീഷണൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഒരു 2-3 എക്സാമ്പിൾ അതിൻ്റെ സ്ട്രക്ചറോട് ആഡ് ചെയ്താൽ SAR കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 10 മാർക്സിന് വരെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യാണ് SAR. നമ്മുടെ സിലബസിനകത്ത് SAR എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുള്ളത് ലോക്കൽ അനസ്തെറ്റിക്സിന് മാത്രമാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് മോസ്റ്റ്ലി ലോക്കൽ അനസ്തെറ്റിക്സ് ആർ അവൈലബിൾ ഇൻ സോൾട്ട് ഫോം. അതായത് നമ്മൾ പറഞ്ഞു ടെർഷറി ആൽക്കൈൽ അമീൻസ് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ വാട്ടർ സോല്യൂബിൾ സോൾട്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ മോസ്റ്റ്ലി ലോക്കൽ അനസ്തെറ്റിക്സ് എങ്ങനെയാണ്, സോൾട്ട് ഫോമിലാണ് അവൈലബിൾ ആവുന്നത്. അങ്ങനെ സോൾട്ട് ഫോമിൽ അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ആൻഡ് സോലിബിലിറ്റി എന്ത് ചെയ്യാൻ നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഇൻ്റർമീഡിയറ്റ് ആൽക്കൈൽ ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് മേ ബി എന്തായിരിക്കണം, എസ്റ്റർ ഓർ അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്.